ഹായ് ഫ്രണ്ട്സ്, ചങ്ങായി വ്ളോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇഡ്ഡലി ചെമ്പോ സ്റ്റീമറോ ഒന്നുമില്ലാതെ തന്നെ നമുക്ക് എളുപ്പത്തിൽ ഇടിയപ്പം എങ്ങനെ തയ്യാറാക്കാമെന്ന് കാണിച്ചു തരാനാണ്. അപ്പോൾ പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ വീഡിയോ ഒരു ഇടിയപ്പം റെസിപ്പിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ട് ഇടിയപ്പം വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്നാണ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇടിയപ്പം തയ്യാറാക്കുന്നതിനാവശ്യമായിട്ട് 1.5 കപ്പ് അളവിൽ വറുത്ത പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ ഒരു വെള്ളം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നമ്മൾ ഇടിയപ്പത്തിൻ്റെ മാവിലേക്കാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെള്ളം നമ്മൾ കുറേശ്ശെ ആയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എത്രമാത്രം മാവ് ആവശ്യമുണ്ടോ അത്രയും വെള്ളം എടുക്കാനും ശ്രദ്ധിക്കണം. പിന്നെ സാധാരണ നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കാനായിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് മാവ് അതിലേക്ക് ഇട്ട് ഇളക്കിയെടുക്കുന്ന ഒരു രീതിയുണ്ട്. ആ രീതിക്ക് ഇളക്കിയെടുക്കുവാണെങ്കിൽ നമ്മുടെ ഇടിയപ്പം നല്ല റെഡിയായി കിട്ടുകയൊക്കെ ചെയ്യും. പക്ഷേ നമ്മുടെ സേവനാഴിയുടെ ചില്ല് പൊട്ടിപ്പോവാൻ സാധ്യത കൂടുതലാണ് കേട്ടോ. ആ ഒരു മാവാകുമ്പോഴത്തേക്ക് എത്ര നല്ല സോഫ്റ്റിലാണ് ഇടിയപ്പം കിട്ടുന്നതെങ്കിലും നല്ല ഹാർഡായിട്ടായിരിക്കും ആ മാവ് നമ്മൾ ഇടിയപ്പത്തിൻ്റെ ചില്ലിയിലേക്ക് വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇടിയപ്പം പിഴിഞ്ഞെടുക്കാനായിട്ടൊക്കെ പാടാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ മാവ് തയ്യാറാക്കുമ്പോഴത്തേക്കും ഇതേപോലെ വെള്ളം തിളപ്പിച്ച് എടുത്തതിന് ശേഷം മാവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ മാവ് റെഡിയാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഇടിയപ്പത്തിന് വേണ്ടിയിട്ടുള്ള നല്ല സോഫ്റ്റ് മാവ് ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചെറിയ ഉരുളകളായിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ ഉരുളകളൊക്കെ ആയിട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി സേവനാഴിയിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. സേവനാഴിക്കകത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ വാഴയില ചെറുതായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലതുപോലെ കഴുകി വാട്ടിയെടുത്തിട്ടുള്ള വാഴയിലയാണ്. അതിൻ്റെ പുറത്തേക്ക് മാവുകൾ നമ്മൾ ഇതേപോലെ ചുറ്റിച്ചു കൊടുക്കുക. നമ്മുടെ അടിപൊളിയായിട്ടുള്ള സ്പോഞ്ചി ആയിട്ടുള്ള ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം മാവ് കൂട്ടൊക്കെ നമുക്ക് റെഡിയാക്കി വെച്ചതിന് ശേഷം ഇനി ഞാൻ ഇതിലേക്ക് എടുക്കാൻ പോണ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റീമറോ ഇടിയപ്പത്തട്ടോ ഒന്നുമല്ല, ഞാനൊരു സ്റ്റീൽ പാത്രമാണ് എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ സ്റ്റീലിൻ്റെ പാത്രം ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏത് പാത്രവും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് ഒരു തട്ട് ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ തട്ട് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ എല്ലാവരുടെ വീട്ടിലും നമ്മൾ അരിയുടെ വെള്ളമൊക്കെ കളയാനായിട്ട് എടുക്കുന്ന അരിവാല ഉണ്ടാകുമല്ലോ, ആ കണ്ണരിവാല ഇതേപോലെ വെച്ച് കൊടുത്താലും മതി കേട്ടോ. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഇടിയപ്പത്തിൻ്റെ മാവ് ഇതേപോലെ അതിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പുറത്തേക്ക് വെക്കുമ്പോഴത്തേക്കും 2 or 3 എണ്ണം അല്ലാതെ മുകളിൽ അടുക്കി വെച്ചിട്ട് ഇതേപോലെ ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കരുത്, എന്നെങ്കിലും നമ്മുടെ മാവ് തമ്മിൽ ഒട്ടിപ്പിടിച്ച് പോകും. അപ്പോൾ 3 എണ്ണം വെച്ചിട്ട് നമുക്ക് ഇതേപോലെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. കണ്ടോ? അപ്പോൾ നമ്മുടെ സോഫ്റ്റും പെർഫെക്റ്റുമായിട്ടുള്ള ഇടിയപ്പം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടിയപ്പം ഉണ്ടാക്കുമ്പോഴത്തേക്കും ഇലയുടെ പുറത്തേക്ക് കുറച്ച് തേങ്ങയൊക്കെ ഒന്ന് തൂവി കൊടുത്തിട്ട് ഇടിയപ്പം ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. നമുക്ക് ഇടിയപ്പം ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഇവിടെ ആർക്കും തേങ്ങ ഇട്ട് കൊടുക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഈ രീതിക്ക് ഇടിയപ്പം തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചിക്കൻ കറിക്കൊപ്പം മുട്ടക്കറിക്കൊപ്പം ഒക്കെ കൂട്ടി കഴിക്കാനായിട്ട് സൂപ്പറായിട്ടുള്ളൊരു ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. വളരെ സിമ്പിളല്ലേ കൂട്ടുകാരെ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇനിയിപ്പം ഇതിന് വേണ്ടിയിട്ട് ഇടിയപ്പം ചെമ്പോ സ്റ്റീമറോ ഒന്നും നമുക്ക് എടുക്കേണ്ടി വരത്തില്ല. ഇതേപോലെ തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. അപ്പോൾ ദിവസം മുഴുവനായിട്ടിരുന്നാലും ഈ ഒരു ഇടിയപ്പം നല്ല സ്പോഞ്ചി ആയിട്ട് ഇതേപോലെ തന്നെ ഇരിക്കും. അപ്പോൾ ഇത് ഡിന്നറിനാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ലഞ്ചിനൊക്കെ ആണെങ്കിലും കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഇടിയപ്പം ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും എൻ്റെ എല്ലാ വീഡിയോസിനും തരുന്ന സപ്പോർട്ട് സ്നേഹവും ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.
അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത്. അപ്പോൾ അതിലൊരു ഓൾ ഓപ്ഷൻ കാണിക്കും, അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ. അപ്പോൾ ഇതിലേക്കൊരു ഹൈപ്പ് ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട്, അതും കൂടി എനേബിൾ ചെയ്യാൻ മറക്കല്ലേ.